ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസവും താല്പര്യമുള്ള ഏവരെയും സ്വാഗതം ചെയ്യും. ഇടവക്കോളിൽ ജനിച്ചവർക്ക് 2026 ജൂലൈ മാസത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ചാരഫലം എപ്രകാരമാണെന്ന് പരിശോധിക്കാം. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കോളിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. സൂര്യൻ ജൂലൈ മാസം 16-ാം തീയതി വരെ മിഥുനം രാശിയിലും അതിനുശേഷം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ചൊവ്വ ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ബുധൻ 7-ാം തീയതി വരെ കർക്കിടകം രാശിയിലും അതിനുശേഷം വക്രം പ്രാപിച്ച് മിഥുനം രാശിയിലും സ്ഥിതി ചെയ്യുന്നു. വ്യാഴം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ 4-ാം തീയതി വരെ കർക്കിടകം രാശിയിലും അതിനുശേഷം ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. ഈ കൂറുകളെ സംബന്ധിച്ച് സൂര്യൻ മാസത്തിന്റെ ആദ്യ പകുതിയിൽ സ്ഥിതി ചെയ്യുന്നത് 2-ാം ഭാവത്തിലാണ്. 2-ാം ഭാവത്തിലെ സൂര്യന്റെ ചാരഫലം അനുകൂലമല്ല. ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തങ്ങളുടെ കർമ്മരംഗത്ത് പ്രതീക്ഷിക്കുന്ന ലാഭം ലഭിക്കാതെ വരും. അതുപോലെ അന്യന്മാര് തങ്ങളെ വഞ്ചിക്കുവാനും സാധ്യതയുണ്ട്. കൂട്ടുകക്ഷി ബിസിനസ് ഒക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നേത്രരോഗം വരാൻ സാധ്യത ഉള്ളതിനാൽ എന്തെങ്കിലും രോഗലക്ഷണം കാണുകയാണെങ്കിൽ വൈദ്യസഹായം തേടേണ്ടതാണ്. എന്നാൽ 16-ാം തീയതിക്ക് ശേഷം 3-ാം ഭാവത്തിലേക്ക് മാറുന്ന സൂര്യൻ ധാരാളം ഗുണഫലങ്ങൾ ഈ കൂറുകാർക്ക് നൽകും. പ്രത്യേകിച്ചും സ്ഥാനാന്തര പ്രാപ്തിയും ശത്രുനാശവും ഈ കൂറുകാർക്ക് സൂര്യന്റെ 3-ാം ഭാവത്തിലെ സ്ഥിതി മൂലം അനുഭവപ്പെടും. ജീവിതത്തിൽ വലിയ ഒരു ഉയർച്ച അനുഭവപ്പെടും. അനുകൂലമായ പല ഘടകങ്ങളും ജീവിതത്തിൽ വന്നു ചേരും. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് വലിയ ഉയർച്ച വന്നു ചേരുന്നതാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഇപ്പോഴുള്ള ജോലിയിൽ നിന്നും മാറി കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജോലി അന്വേഷിക്കുന്നവർക്കും അവരുടെ ആഗ്രഹം സാധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും കൂടുതൽ ലാഭകരമായ രീതിയിൽ പ്രമോഷനോ സ്ഥലമാറ്റമോ ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നേതൃ പദവി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ശത്രുക്കളായി നിന്നവരെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ തീർത്തും ഇല്ലാതെയാവും. ശത്രുക്കളായി ഉണ്ടായിരുന്നവരൊക്കെ തങ്ങളുടെ കൂടെ എപ്പോഴും സഹായത്തിന് ഉണ്ടാവും. സാമ്പത്തികമായ വലിയ മെച്ചവും ഇവർക്ക് സൂര്യന്റെ 3-ാം ഭാവസ്ഥിതി മൂലം അനുഭവപ്പെടും. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു വന്ന ഈ കൂറുകാർക്ക് അതെല്ലാം പരിഹരിക്കുവാനും മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നില കൈവരിക്കുവാനും കഴിയുന്നതാണ്. വിവിധ രംഗത്തു നിന്നും സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം. സർക്കാരിൽ നിന്നോ മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ്. ചിട്ടി, ലോണ് ഇതൊക്കെ പിടിച്ചവർക്ക് വളരെ വേഗം തന്നെ ആ പണം ലഭിക്കുന്നതാണ്. അതുപോലെ മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. രോഗദുരിതങ്ങൾ വന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്ന ഈ കൂറുകാർക്ക് ബുദ്ധിമുട്ടുകളെല്ലാം പെട്ടെന്ന് വിട്ടുമാറുകയും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി കൈവരുന്നതുമാണ്. രോഗദുരിതങ്ങൾ വന്ന് ചികിത്സകൾ നടത്തിയിരുന്നവരെ സംബന്ധിച്ച് ചികിത്സകൾ അവസാനിപ്പിക്കുവാനും അതിലൂടെ സാമ്പത്തിക നേട്ടം അനുഭവപ്പെടുവാനും ഇടവരും. ചൊവ്വ ഈ കൂറുകാർക്ക് ലഗ്നഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലഗ്നഭാവത്തിലെ ചൊവ്വ പൊതുവെ ഗുണഫലങ്ങൾ നൽകുന്നതല്ല. പ്രത്യേകിച്ച് ശരീരത്തിന് ഭംഗം ഉണ്ടാകുക, അതുപോലെ സകല കാര്യങ്ങൾക്കും വിഘ്നം ഉണ്ടാകുക, ഇതൊക്കെ ചൊവ്വ ലഗ്നഭാവത്തിൽ നിൽക്കുന്നത് മൂലം ജീവിതത്തിൽ അനുഭവപ്പെടും. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. കഠിനമായ ജോലികൾ ചെയ്യുന്നവര് ശരീരത്തിന് ക്ഷതമേൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 7-ാം തീയതി വരെ ബുധൻ ഇവർക്ക് 3-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3-ാം ഭാവത്തിലെ ബുധന്റെ ചാരഫലം അനുകൂല ഫലങ്ങളല്ല നൽകുന്നത്. അധികാരികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഒക്കെ ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ചില ഉത്തരവുകൾ അധികാര സ്ഥാനത്ത് നിന്നും ലഭിക്കാൻ സാധ്യതയുണ്ട്.
അതുപോലെ കേസുകളോ മറ്റോ ഒക്കെ ഉള്ളവർക്കും പ്രതികൂല വിധി ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. ശത്രുക്കളെ കൊണ്ടും ധാരാളം ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. 7-ാം തീയതിക്ക് ശേഷം ബുധൻ 2-ാം ഭാവത്തിലേക്ക് മാറും. സ്വക്ഷേത്രത്തിൽ വക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ കൂടുതൽ ബലവാനാകുകയും ശുഭഫലങ്ങൾ ശക്തമായി ഈ കൂറുകാർക്ക് നൽകുകയും ചെയ്യും. ധന സമൃദ്ധി ഇവർക്ക് 2-ാം ഭാവത്തിലെ ബുധൻ നൽകുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ പരിഹരിച്ച് മെച്ചപ്പെട്ട സാമ്പത്തിക നില കൈവരും. വിവിധ മേഖലയിൽ നിന്നും സാമ്പത്തികമായ ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ മനോഹരമായ സംസാരത്തിലൂടെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനും അവരിൽ നിന്നും പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും സാഹചര്യം ഉണ്ടാകും. വാക് സാമർഥ്യം മൂലം കർമ്മരംഗത്ത് കൂടുതൽ വിജയങ്ങൾ ഇവർക്ക് ഉണ്ടാക്കുവാൻ കഴിയും. മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ പ്രീതി പിടിച്ചു വാങ്ങുന്നതിന് ഇതുമൂലം ഇവർക്ക് കഴിയുന്നതാണ്. 3-ാം ഭാവത്തിലാണ് ഇവർക്ക് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. 3-ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലം അനുകൂലം അല്ല. സ്വസ്ഥാനത്തു നിന്നും ഒരു മാറ്റം ഉണ്ടാവുക, കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സവും അതുപോലെ നഷ്ടങ്ങളും സംഭവിക്കുക, ഇതൊക്കെ 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിന്റെ ചാരഫലമാണ്. എന്നാൽ ഉച്ചസ്ഥനായി കർക്കിടകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വ്യാഴം ദോഷഫലങ്ങൾ ഒന്നും തന്നെ ചെയ്യുകയില്ല, മറിച്ച് ധാരാളം ഗുണഫലങ്ങൾ ചെയ്യുകയും ചെയ്യും. തങ്ങളുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് യാതൊരുവിധ ആശങ്കയും ഇവർക്ക് ഉണ്ടാകേണ്ടതില്ല. കൂടുതൽ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിച്ചേരുവാൻ ഇവരെ കൊണ്ട് സാധിക്കും. അതുപോലെ കർമ്മരംഗത്തും കൂടുതൽ ഉയർച്ചയും ഉണർവും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സഹോദരന്മാരെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും ഒക്കെ കൂടുതൽ സഹായം പ്രതീക്ഷിക്കാം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണ വിജയത്തിൽ എത്തിക്കുവാനും ഇവർക്ക് കഴിയും. ഈ മാസം 4-ാം തീയതി വൈകിട്ട് 7 മണി വരെ ശുക്രൻ ഈ കൂറുകാർക്ക് 3-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ധാരാളം ഗുണഫലങ്ങൾ ഇവർക്ക് നൽകും. പ്രത്യേകിച്ച് ധനലാഭം ഇവർക്ക് ജീവിതത്തിൽ ധാരാളമായി അനുഭവപ്പെടും. ഈ ജൂലൈ മാസത്തെ സംബന്ധിച്ച് സാമ്പത്തികമായ വലിയ വരവ് ഇവർക്ക് പ്രതീക്ഷിക്കാം. കടം കൊടുത്ത് തിരികെ ലഭിക്കാനുള്ള പണം പ്രയാസങ്ങൾ കൂടാതെ തന്നെ പെട്ടെന്ന് തിരികെ ലഭിക്കും. അതുപോലെ മറ്റ് സാമ്പത്തിക സഹായങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് വേഗം തന്നെ ലഭിക്കുന്നതാണ്. ചിട്ടി ലോണൊക്കെ പിടിച്ചവർക്ക് വേഗം തന്നെ അതിന്റെ പണം ലഭിക്കും. വലിയ ആജ്ഞാശക്തിയോടുകൂടി പ്രവർത്തിക്കാനും അതുപോലെ പ്രതാപത്തോടുകൂടി കഴിയുവാനുമുള്ള അവസരം ഇവർക്ക് വന്നു ചേരും. സമൂഹത്തിൽ നേതൃപദവിയും വലിയ ബഹുമാനവും ഒക്കെ കരസ്ഥമാക്കുവാൻ ഇവരെ കൊണ്ട് കഴിയുന്നതാണ്. ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ നിന്നും ഒരു ഉയർച്ച ഇവർക്ക് പ്രതീക്ഷിക്കാം. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒരു വലിയ നേട്ടം ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും പ്രമോഷൻ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ സാമ്പത്തിക നേട്ടം ലഭിക്കുന്ന രീതിയിലുള്ള സ്ഥലം മാറ്റങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ്. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ ഇവർക്ക് തികച്ചും ഇല്ലാതെയാകും. ശത്രുക്കളൊക്കെ വലിയ മിത്രങ്ങളായി മാറുന്ന ഒരു അവസ്ഥ സംജാതമാകും. എല്ലാ തരത്തിലും ബഹുമാനവും ആദരവും ഇവർക്ക് സമൂഹത്തിൽ ലഭിക്കുന്നതാണ്. 4-ാം തീയതിക്ക് ശേഷം 4-ാം ഭാവത്തിലേക്ക് മാറുന്ന ശുക്രനും ഇവർക്ക് അനുകൂലമാണ്. 4-ാം ഭാവത്തിലെ ശുക്രന്റെ ചാരഫലം അനുസരിച്ച് ബന്ധുബലം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു. പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുവാനും അതിലൂടെ ബന്ധുക്കളെ കൊണ്ട് കൂടുതൽ സഹായം ലഭിക്കുവാനും സാധ്യതയുണ്ട്. വലിയ പ്രതാപത്തോടെ ജീവിക്കാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരും. വളരെ കാലമായി സമ്പർക്കമില്ലാതിരുന്ന ബന്ധുക്കളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹവാസം ചെയ്യുവാനുള്ള അവസരവും വന്നു ചേരും. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി കൂടുതൽ ഇടപഴകുന്നതിനും അവരിൽ നിന്നും കൂടുതൽ സഹായങ്ങൾ ലഭിക്കുന്നതിനും അവസരം ഉണ്ടാകും. ഈ കൂറുകാർക്ക് ശനി സ്ഥിതി ചെയ്യുന്നത് 11-ാം ഭാവത്തിലാണ്. സർവാഭീഷ്ട സ്ഥാനമായ 11-ലെ ശനി കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് നൽകും. ധനധാന്യ സമൃദ്ധി ഇവർക്ക് വന്നു ചേരും. പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക നേട്ടം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് കൂടുതൽ പുരോഗതിയും സാമ്പത്തിക ലാഭവും വന്നു ചേരും. പുതിയ പുതിയ കർമ്മമേഖല കണ്ടെത്തുകയും അവിടെയൊക്കെ വിജയിക്കുകയും ചെയ്യും. സ്ത്രീകൾക്ക് പുരുഷന്മാരുമായും പുരുഷന്മാർക്ക് സ്ത്രീകളുമായും സംഗമിക്കുന്നതിനുള്ള അവസരം ധാരാളമായി വന്നു ചേരും. 10-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു ഇവർക്ക് അനുകൂലമല്ല. ധനം, വിദ്യ, കീർത്തി ഇതിലൊക്കെ കോട്ടം വരുവാൻ സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് തടസ്സങ്ങളോ
ബുദ്ധിമുട്ടുകളോ ഒക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ വലിയ ജാഗ്രത കർമ്മരംഗത്ത് കാണിക്കേണ്ടതാണ്. പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഈ മാസം അനുകൂലമല്ല. കൂടുതൽ പണം മുടക്കുള്ള പദ്ധതികൾ ആരംഭിക്കുവാൻ ഈ മാസം തിരഞ്ഞെടുക്കുന്നത് ബുദ്ധിപരമല്ല. അനുഭവ സമ്പത്തുള്ളവരുടെയും മുതിർന്നവരുടെയും ഉപദേശങ്ങൾ തേടിയതിനു ശേഷം മാത്രമേ കർമ്മരംഗത്ത് മുതൽ മുടക്ക് നടത്താവൂ. 4-ാം ഭാവത്തിലെ കേതുവും ഇവർക്ക് അനുകൂലമല്ല. ദുർജന സംസർഗം മൂലം ധാരാളം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ദുർജനങ്ങളുമായി ഇടപഴകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദരരോഗം വരുവാൻ സാധ്യത ഉള്ളതിനാൽ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ശരീരത്ത് ഒടിവ്, ചതവ് മുതലായവ ഉണ്ടായി രക്തസ്രാവം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാദേവന് ധാര കഴിച്ച് പ്രാർത്ഥിക്കുന്നത് സൂര്യന്റെ അനിഷ്ടഭാവ സ്ഥിതി മൂലമുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഇല്ലാതാക്കുവാൻ ഈ കൂറുകാരെ സഹായിക്കും. സുബ്രഹ്മണ്യ പ്രീതി നേടുന്നതിലൂടെ ചൊവ്വയുടെ ലഗ്നഭാവത്തിലെ സ്ഥിതി മൂലമുള്ള ദോഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്താവുന്നതാണ്. ദുർഗയ്ക്ക് പ്രീതികരമായ വഴിപാടുകൾ ചെയ്ത് രാഹുവിന്റെ ദുസ്ഥാനത്തെ സ്ഥിതി മൂലമുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കാവുന്നതാണ്. ഗണപതിക്ക് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ കേതുവിന്റെ അനിഷ്ടഭാവസ്ഥിതി മൂലമുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതാണ്. പൊതുവെ ഈ കൂറുകാർക്ക് കൂടുതലും ഗുണഫലങ്ങളാണ് അനുഭവപ്പെടുക. ചെറിയ ചെറിയ ദോഷഫലങ്ങൾ പ്രാർത്ഥനയിലൂടെയും വഴിപാടുകളിലൂടെയും ഇല്ലാതാക്കുവാൻ സാധിക്കും. ഈ കൂറിൽപ്പെട്ടവർക്ക് ജൂലൈ മാസം കൂടുതൽ ഭാഗ്യാനുഭവങ്ങളുടെ ഒരു മാസമായി തീരട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.